ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. മക്കളുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ സ്കൂള് ഇന്നത്തോടെ പൂട്ടുകയാണ്, അംഗം തുടങ്ങുകയാണ് ഗൈസ്. പൊന്നൂസിന് 4ാം ക്ലാസ് ആ സ്കൂളിൽ കഴിഞ്ഞു, ഇനി പുതിയ സ്കൂളാണ്. ഫൈക്കുട്ടൻ ഇനി 2ാം ക്ലാസ്സിലോട്ടാണ് ജയിച്ചാൽ. അപ്പോൾ അതാ പല്ലൊക്കെ തേപ്പ് കഴിഞ്ഞ് വന്നു. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, ഏകദേശം മണ്ണൊക്കെ നനഞ്ഞു. പക്ഷെ കിണറ്റിൽ വെള്ളമുണ്ട്, അത്രത്തോളം മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ദോശയാണ്, മാവാട്ടി വെച്ചിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊന്തി സെറ്റായിട്ടുണ്ട്. പൊന്നൂസ് എണിച്ച് പോയി കേട്ടോ. ഫൈക്കുട്ടനെ വിളിക്കാൻ പോയി. ഫൈക്കുട്ടനെ ഉറങ്ങി എണിക്കാൻ ഇത്തിരി നല്ല മടിയാണ്. ഇപ്രാവശ്യം മദ്രസയിലും ചേർത്തണം. അപ്പോൾ എന്തൊക്കെ ആവോ അറിയില്ല. അങ്ങനെ ദാ ചെറിയുള്ളി എടുത്ത് തൊലിച്ച് ചമ്മന്തി ആക്കി. ദോശയ്ക്ക് ചമ്മന്തി മാത്രമാണ് ഇന്നുള്ളത്, ചട്നി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. വെറും ഉള്ളി നമ്മൾ അരച്ചിട്ട് ഉപ്പിട്ട് അരയ്ക്കുക, എന്നിട്ട് അതിൽ വെളിച്ചെണ്ണയും മുളക് പൊടി ഇട്ടിട്ട് ഇളക്കുക. ഉണ്ടാക്കാനും സിമ്പിളാണ്, അവർക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ദാ ദോശ ഉണ്ടാക്കി. പൈക്കുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു, പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ അവരുടെ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി അവന് ദോശ കഴിക്കാൻ കൊടുത്തു. പൊന്നൂസ് മിക്കവാറും സ്കൂളിൽ നിന്നാണ് കേട്ടോ കഴിക്കൽ, രാവിലെ ഇവിടെ കഴിക്കില്ല. പക്ഷേ ഫൈക്കുട്ടൻ അങ്ങനെയല്ല, സ്കൂളിൽ നിന്ന് കഴിക്കില്ല. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഫൈക്കുട്ടനെ കഴിപ്പിച്ചിട്ടേ സ്കൂളിലോട്ട് വിടുള്ളൂ. ഫൈമോൻ അങ്ങനെ ഷൂ ഒക്കെ സെറ്റാക്കി. ഷൂ കെട്ടിത്തരും എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കെട്ടിയൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തിലാണ് ആൾ. വേറെ നല്ല 2 മാസം ഇനി സ്കൂളില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് ആൾ. ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് അവനിതാ പോയി. പൊന്നൂസിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. പൊന്നൂസ് ഇന്ന് സെൻഡ് ഓഫ് ഒക്കെ ആണെന്ന് പറഞ്ഞ് ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കുണിയലാണ്. അവൻ പറഞ്ഞു വണ്ടി പോയാൽ എനിക്കറിയില്ല, ഞാൻ പോവുകയാണ്, നീ വേണമെങ്കിൽ വന്നോ. അതാണ് ആ നിന്ന് പറയുന്നത് കേട്ടോ. നീ വേണമെങ്കിൽ വന്നോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആൾ ആദ്യം പോയി. പിന്നെ പൊന്നൂസിനെ ഞാൻ തരികയായിരുന്നു, കാരണം വണ്ടി പോയാൽ ഇടങ്ങേറാവും കേട്ടോ. ഞാൻ പിന്നെ കൊണ്ടാക്കണം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇതാ പൊന്നൂസ് ബാക്കിൽ കൂടെ കടന്നു വരുന്നു. എവിടെ പോയി ചോദിച്ചപ്പോൾ ചെരുപ്പ് കഴുകാൻ വേണ്ടി പോയത്. വലിയ ഉഷാറില്ല ആൾക്ക്, വേറൊന്നുമല്ല. തല കെട്ടിയൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. മാല ഭംഗിയുണ്ട്, ഈ ഡ്രസ്സിന് ചേരുണ്ട്, ഇതൊക്കെയായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സിന് നല്ല ചേരുണ്ട്, നല്ല ഭംഗിയുണ്ട്, നീ പോയിക്കോ, വണ്ടി പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ എന്തൊക്കെയൊക്കെ പറഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇവരെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് ക്ലാസ്സിന് പോകാൻ, അടുത്ത പണികൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കയറ്റി വിടലാണ്. ഇപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് ടൈം കിട്ടുന്നില്ല. അങ്ങനെ അവർക്ക് ടാറ്റിങ് കൊടുത്ത് അതാ അവരങ്ങോട്ട് പോയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. വേഗം പാത്രം കഴുകി തുടച്ച് അടിച്ച് പോവാം.